എന്താ ഇപ്പോൾ നിൻ്റെ അച്ഛൻ്റെ വിചാരം? ഞാനെന്നെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്, അല്ലാതെ മാധവനല്ല. മാധവനെ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഈ പരമനെ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? പരമൻ തീർത്തും പരിഭവത്തിലാണെന്ന പാറുവിന് തോന്നി. തളർച്ചയും ആലസ്യവും കൊണ്ട് പാറു വളരെ അവശയായിരുന്നു. 3 അനുജത്തിമാരുടെയും സ്നേഹം. അവൾ മറ്റെല്ലാം വിഷമങ്ങളും മറന്നു. അവർക്കൊപ്പം ചിരിച്ചും കളിച്ചും കുറച്ചു ദിനങ്ങൾ നിന്നു. പരമൻ പാറുവിനെ വീട്ടിൽ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോന്നു. തൻ്റെ പാറുവിനെ കാണുമ്പോഴാണ് മാധവ മാമയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. അവൾ അവളുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ. ആലസ്യത്തിലാണ് കിടന്നപ്പോഴാണ് പാറുവിന് ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നിയത്. തൊടിയിലൂടെ ചെറിയ കുട്ടിയുടെ കൈയും പിടിച്ചു നടന്നു. കനാലിലൂടെ ഒഴുകുന്ന മീൻ കുഞ്ഞുങ്ങളെ അവൾ കുട്ടിക്ക് കാട്ടിക്കൊടുത്തു. തൊടി നീളെ ജാതിക്കയും അടക്കയും കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് താൻ ഓടി നടന്നതും കളിച്ചു നടന്നതുമായ തൊടികൾ. താഴെ കണ്ടത്തിൻ്റെ വരമ്പിലൂടെ 2-3 സ്ത്രീകൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. ആരായിരിക്കാം എന്നവൾ സാഗൂതം വീക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തൻ്റെ കൂടെ 10ാം തരം വരെ പഠിച്ച അയൽപ്പക്കത്തെ വീട്ടിലെ രമയും അവളുടെ അമ്മയും അനുജത്തിയും. അവൾക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല എന്ന് അമ്മ പറയാറുള്ളത് പാറു ഓർത്തു. ആഹാ, ഇതാരാ പാർവതിയോ? എത്ര ദിവസമായി തന്നെ ഒന്ന് കണ്ടിട്ട്. ചെറിയ കുട്ടിയാവും ഇത് അല്ലേ? രമ വായ തോരാതെ സംസാരിക്കുകയാണ്. രമയെ പാർവതി അടിമുടി ഒന്ന് നോക്കി. അവൾക്ക് കുറച്ച് വണ്ണം വെച്ചിരിക്കുന്നു. തനിക്കാണ് ക്ഷീണം. പാറു ഉള്ളിലേക്കൊന്ന് ഒതുങ്ങി. പാറുക്കുട്ടിക്ക് എന്തോ ഒരു സങ്കടം. ക്ഷീണിച്ചാകെ കോലം കെട്ട്. 3ാമതും താൻ ഗർഭിണിയാ? നിനക്കോ? ദൈവം കുട്ടികളെ കൈ നിറയെ തന്നല്ലോ. എനിക്ക് ദൈവം അതിന് തുണച്ചിട്ടില്ല എന്ന് തോന്നണു. നല്ല ഭക്ഷണം കഴിക്കുക, അപ്പോൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടും. അമ്മയും അനുജത്തിയും എന്നെ നോക്കി നിൽക്കണുണ്ട്. ഞാനപ്പോൾ പൊയ്ക്കോട്ടെ. നീ ഇനി എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? അവൾ വായ തോരാതെ വീണ്ടും സംസാരിക്കുന്നു. പാറുക്കുട്ടി അവൾ മറയുവോളം അവളെ തന്നെ നോക്കി നിന്നു. തന്നേക്കാൾ എത്ര സന്തോഷത്തോടെയാണ് അവൾ ജീവിക്കുന്നത്. കുട്ടികളില്ലെങ്കിലെന്താ, അവളുടെ സന്തോഷം തനിക്കില്ല. തിരികെ നടന്ന് അവൾ വീട്ടിലെത്തിയതും കോലായിലെ കണ്ണാടിയിൽ തൻ്റെ മുഖമൊന്ന് നോക്കി. ഇരുമിഴികളും ഉന്തി നിൽക്കുന്നു. വിളറിയ മുഖം, രക്തമയം വാടിയിരിക്കുന്നു. ഏച്ചിക്കെന്താ ഇത്ര സങ്കടം? അനുജത്തി സതിയാണ്. തന്നെക്കാൾ 2 വയസ്സിളപ്പം അശോകനാണ്. അശോകൻ്റെ താഴെയാണ് സതി. സതിക്കും വയസ്സ് 24 ആയിരിക്കണം. പഠനം കഴിഞ്ഞ് അവൾ അയൽപ്പക്കത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുകയാണ്. വിവാഹം ഒന്നും ശരിയായി കിട്ടുന്നില്ല. ഏച്ചിക്കൊന്നുമില്ല. നിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് അച്ഛ പറയണത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. പരമേട്ടൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നും എടുക്കാനുണ്ടാവില്ല.